മീൻ പിടിക്കുന്ന പയ്യന്മാരാണ് ഇത് കണ്ടത്. അവര് മീന് വള്ളത്തിൽ വലയിൽ കൊണ്ടുവന്നിട്ട് ഇതിലിവിടെ കെട്ടിയിടും, വെള്ളത്തിലോട്ട് കെട്ടിയിടും. കുറച്ച് സമയം ഇത് ചാവാതെ കിടക്കാൻ വേണ്ടി. അങ്ങനെ അവരാണ് ഇത് കണ്ട് ഇതിങ്ങനെ അറിയിച്ചത്. നല്ല ആഴ്ചയുള്ള കാഴ്ച കുറവാണ്, നമുക്ക് ഇറങ്ങി നിൽക്കാൻ പറ്റും, പക്ഷെ ചെളിയാണ് താന്നത്. ഇന്ന് രാവിലെ വെള്ളയാണി വവ്വാമൂലയിൽ നിന്ന് നമുക്ക് ഒരു കോള് വന്നു. ആ കോളിൽ പറയുന്നത് ഒരു ബൈക്ക് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി എന്നാണ്. ഒരു രസകരമായ രീതിയിൽ വിളിച്ചു പറഞ്ഞതേ ഉള്ളൂ, പക്ഷെ സംഭവം രസകരമല്ല. ഇതാണ്, ഇതിൽ നമ്മൾ എന്തായാലും തൊടുന്നില്ല. ഒരു കയറിന്റെ താഴെ ഒരു ബൈക്ക് കെട്ടിത്തൂക്കി ഇട്ടിരിക്കുകയാണ്. CT100 ആണ് ബജാജിൻ്റെത്. കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. കത്തിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. സീറ്റൊക്കെ ഒരു കത്തിയ രൂപത്തിലാണ് കാണുന്നത്. ബൈക്കിന്റെ നമ്പർ KL01GCG 1734 എന്ന് നമുക്കിവിടെ നിന്ന് ദൂരെ നിന്ന് വായിക്കാനും പറ്റും. ഇനി ഇതിനകത്ത് അപ്പുറത്ത് ആളുകൾ വല്ലതും ഉണ്ടോ എന്നൊരു സംശയം നാട്ടുകാർക്കുണ്ട്. കാരണം ചെളിയാണിത്, ഇതാണ്. അപ്പോൾ ചെളിയായതുകൊണ്ട് പോള മാറിയപ്പോഴാണ് ഇത് കണ്ടത്. കുറച്ച് നാട്ടുകാർ ഇവിടെ ഉണ്ട്. ഇത് എന്താ ചേട്ടാ, എന്താന്ന് വല്ല പിടുത്തണ്ടാ? മീൻ പിടിക്കുന്ന പയ്യന്മാരാണ് ഇത് കണ്ടത്. അവര് മീന് വള്ളത്തിൽ വലയിൽ കൊണ്ടുവന്നിട്ട് ഇതിലിവിടെ കെട്ടിയിടും, വെള്ളത്തിലോട്ട് കെട്ടിയിടും. കുറച്ച് സമയം ഇത് ചാവാതെ കിടക്കാൻ വേണ്ടി. അങ്ങനെ അവരാണ് ഇത് കണ്ട് ഇതിങ്ങനെ അറിയിച്ചത്. ആളൊന്നും അറിയില്ല, ആരാണെന്നൊന്നും അറിയില്ല, എന്താണ് സംഭവം എന്നൊന്നും അറിയില്ല. ഇങ്ങനെ കണ്ടു. മറ്റേ ആളുകള് ഒന്നും ഉണ്ടാവില്ല. അത് ഉറപ്പായിട്ട് ഒന്നും പറയാൻ പറ്റില്ല നമുക്ക്. നല്ല ആഴ്ചയുള്ള കാഴ്ച കുറവാണ്, നമുക്ക് ഇറങ്ങി നിൽക്കാൻ പറ്റും, പക്ഷെ ചെളിയാണ് താന്നത്. നിങ്ങളൊക്കെ ഇവിടെ നാട്ടുകാരാണ്? ഇങ്ങനെ വല്ല സംഭവത്തിന് മുമ്പല്ലോ? ഇതിന് മുമ്പൊന്നും നടന്നിട്ടില്ല ഇതേപോലെയൊന്നും. രാത്രി ഏതെങ്കിലും തരത്തിൽ ഈ മദ്യം കഴിക്കാൻ അങ്ങനത്തെ ആളുകൾ വരുന്ന ഒരു സ്ഥലമാണോ? പറയാൻ പറ്റില്ല, ഇഷ്ടംപോലെ ആൾക്കാർ വന്നിരിക്കുന്നതാണ്, രാത്രിയൊക്കെ വന്നിരിക്കുന്നതാണ്. ഇന്നലെ രാത്രി സമയം ഇവിടെ വേറെ നാട്ടുകാരൊന്നും ഉണ്ടാവില്ല അല്ലെ? എന്തോ അറിഞ്ഞൂടാ, രാത്രി ഒന്നും ഉണ്ടാവില്ല, നാട്ടിൽ രാത്രി ഉണ്ടാവില്ല, വരുന്നതും പോകുന്നതും മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് വെള്ളയാണിക്കായല്. ഓക്കെ, ഇതാണ് നാട്ടുകാർക്ക് ഉള്ള വിവരം. വെള്ളയാണിക്കായലാണ് ഈ കാണുന്നത്, മുഴുവൻ കായലാണ്. കായലിന്റെ ഒരറ്റത്ത് ഇത് ആരോ കരുതിക്കൂട്ടി ചെയ്തതാണെന്ന് ഉറപ്പാണ്. അതല്ലെങ്കിൽ ഇതിങ്ങനെ ഈ കയറിൽ കെട്ടി തൂക്കി നിർത്തി കത്തിക്കേണ്ട ഒരു കാര്യമില്ല. സീറ്റിന്റെ ഭാഗം കണ്ടാൽ അറിയാം, കൃത്യമായി കത്തിച്ചിട്ടുണ്ട്. ഫ്രണ്ട് ഒന്നുമില്ല, ഹെഡ്ലൈറ്റ് ഭാഗങ്ങളൊന്നും കാണുന്നില്ല. അതൊന്നല്ലെങ്കിൽ അടിച്ച് തകർത്തതാണ്, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ നശിപ്പിച്ചതാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇത് എടുക്കുമ്പം ഇത് ഒരു ആരോ ചെയ്ത ഒരു കാര്യമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ പോലും ഇതിനകത്ത് ഇനി മറ്റേതെങ്കിലും അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും അപായപ്പെടുത്തിയിട്ടുണ്ടോ എന്ന സംശയമൊക്കെ നാട്ടുകാർ പങ്കുവെക്കുന്നുണ്ട്. അത് ഇവിടെ കണ്ട കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അങ്ങനെ തന്നെ അത് താഴ്ന്നു പോകാതെ ഒരു കയറിൽ കെട്ടിത്തൂക്കി ആ CT100 ബൈക്കിനെ നിർത്തിയിരിക്കുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് ജിനീഷിനൊപ്പം റിപ്പോർട്ടർ റഹീസ് റഷീദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.